ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ചെറിയ റിവ്യൂ ആണ്. ഈ സിനിമയുടെ സംവിധായകൻ ജ്യോതിഷ് ശങ്കറാണ്. ഈ സിനിമയിൽ സബ് ടൈറ്റിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സബ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് പല ഡയലോഗുകളും പറയുന്നതിന് മുമ്പ് എഴുതി കാണിക്കുമ്പം ആ ഒരു ഡയലോഗിലുള്ള ഒരു പഞ്ച് അങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നിക്കുന്നുണ്ട്. സ്ത്രീധനം തീമാക്കി വെച്ചുകൊണ്ട് ഇങ്ങനൊരു സിനിമ അത് അതിഗംഭീരമായിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് അവർക്ക് ഒരുക്കാൻ സാധിച്ചു. അഭിനേതാക്കളുടെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരെല്ലാവരും മികച്ചു നിന്നു. എടുത്തു പറയേണ്ടത് ബേസിൽ ജോസഫിൻ്റെ അതിൻ്റെ അകത്ത് ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്. വേറിട്ട് നിന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. സജിൻ ഗോവിൻ്റെ കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിഗംഭീരമായിട്ട് പുള്ളിക്ക് ആ റോള് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് സിനിമയുടനീളം. ഇതിൻ്റെ അകത്ത് 2 സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അമ്മയുടെ റോള് ചെയ്ത. അവർ രണ്ടുപേരും അതിഗംഭീരമായിട്ട് അവർക്ക് കിട്ടിയ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിച്ചിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ അകത്തെ കഥാപാത്രങ്ങളുടെയൊക്കെ പേരാണ്. മരിയാനോ, ബ്രൂണോ, സ്റ്റെഫി എന്തോ പേര്. അതൊക്കെ എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട്. അങ്ങനെ അടിപൊളി കഥാപാത്രങ്ങളുടെ പേരും ഒക്കെ ആയിരുന്നു ഈ സിനിമയ്ക്കകത്ത് കേട്ടതും കണ്ടതും. ലിജോ മോൾക്ക് കിട്ടിയ റോൾ അവർ ഗംഭീരം എടുത്ത് പറയേണ്ടത് ആ ചേർന്നത്തിൽ കിടന്നുള്ള അടി അത് അതിഗംഭീരമായിട്ടുണ്ട്. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ പൊളി. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ അതിഗംഭീരമായിട്ട് അവർക്കിങ്ങനെ ഒരേ ഒഴുക്കിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. സ്ഥിരം നമ്മൾ കണ്ടു മറന്ന ബേസിൽ സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് അത്രത്തോളം കോമഡികളില്ല. ഈ സിനിമയിലുള്ള കോമഡികൾ നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് കറക്റ്റായിട്ട് നാച്ചുറലായിട്ട് വരുന്ന കോമഡികളായിട്ടാണ് നമുക്ക് തോന്നിക്കുന്നത്. ഭയങ്കര കോമഡികളായിട്ടൊന്നുമില്ല. പക്ഷേ ആ പടം അടിപൊളിയാണ്. അതുപോലെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൺ തന്നെ വിളിക്കുക. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.